നമസ്കാരം വിനോദ് സർ. സർ, ഈ ഇന്ത്യ റഷ്യ ബന്ധം വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഉൽപാദനക്ഷമമായ ഉഭയകക്ഷി സഹകരണം മാത്രമല്ല, ഈ അന്താരാഷ്ട്ര കാര്യങ്ങളിലൊക്കെയുള്ള ഇടപെടലൊക്കെ അത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ വർഷം തന്നെ അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കും എന്നും അറിയാൻ സാധിക്കുന്നു. ഈ ഒരു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെ നോക്കിക്കാണാം നിലവിലെ സാഹചര്യം? നമസ്കാരം. ഇത് ഇപ്പോൾ അദ്ദേഹം നമ്മൾ ചർച്ച വീണ്ടും വരുന്നുണ്ടെങ്കിലും, വാർത്തകൾ വരുന്നുണ്ടെങ്കിലും, നമ്മുടെ 75-ാം റിപ്പബ്ലിക് ദിനത്തിൽ അല്ലെങ്കിൽ ആ റിപ്പബ്ലിക് ഡേ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് പുടിൻ ഒരു സന്ദേശം ഇന്ത്യക്ക് അയച്ചിരുന്നു. പലപ്പോഴും അത് മീഡിയകൾ അത് വലുതായിട്ട് ശ്രദ്ധിക്കാതെ പോയി. കാരണം നമ്മുടെ അന്ന് ഇതിന് ഇത്ര വലിയ റിലവൻസ് ആർക്കും തോന്നിയില്ല. പക്ഷെ എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നതെന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഞാനൊരു രാഷ്ട്ര തലവന്റെ വാക്കുകളായതുകൊണ്ട് അതിന്റെ ട്രാൻസ്ലേഷൻ അതുപോലെ വായിക്കാം. ലോകവേദിയിൽ ഇന്ത്യക്ക് ഇന്ന് വലിയ ബഹുമാനം ലഭിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇന്ത്യ നിർണായകവും ക്രിയാത്മകവുമായ പങ്ക് വഹിക്കുന്നു. സൗഹൃദത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും ശക്തമായ പാരമ്പര്യത്തിൽ അധിഷ്ഠിതവും പ്രത്യേകവും തന്ത്രപരവുമായ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് റഷ്യ ഇന്ത്യ ബന്ധം ഇന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ മേഖലകളിലെ ക്രിയാത്മകമായ ഉഭയകക്ഷി ചർച്ചകളും ഫലപ്രദമായ സഹകരണവും കൂടുതൽ വികസിപ്പിക്കുന്നത് നമ്മുടെ സൗഹൃദത്തിലുള്ള ഇരു രാജ്യങ്ങളിലെയും പൊതുജനങ്ങളുടെ താൽപ്പര്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റുമെന്നും പ്രാദേശികവും ആഗോളപരമായ തലങ്ങളിൽ സുരക്ഷയും സ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിന് ഉതകുന്നുവെന്നും എനിക്ക് ഉറപ്പുണ്ട്. ഇത് അന്ന് ഒരു പക്ഷേ നമ്മൾ വലുതായി ശ്രദ്ധിക്കാതെ പോയെങ്കിലും അതിനുശേഷം നടന്ന ട്രംപിന്റെ അധികാരത്തിൽ വരികയും അതിനുശേഷം നടന്ന പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ കൃത്യമായി പുടിൻ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അതുപോലെ ഈ ഇന്ത്യയും അമേരിക്കയും അധികം അങ്ങോട്ട് അടുക്കാതിരിക്കുന്നതിനായി ഒരു മുഴം മുമ്പേ എറിഞ്ഞതല്ലേ എന്നൊരു ന്യായമായ സംശയം ഇപ്പോൾ അത് വീണ്ടും പറയുന്നു. മാത്രമല്ല, ഇന്ത്യ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തല കൊടുത്തിട്ടുമില്ല US-ന്. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ ഇതൊരു വെറുതെ ചുമ്മാതെ ഒരു നമ്മുടെ റിപ്പബ്ലിക് ഡേക്ക് അയച്ച സന്ദേശമായിരുന്നില്ലെന്നും നമ്മുടെ പഴയ സൗഹൃദത്തെ, ചരിത്രപരമായ പഴയ സൗഹൃദത്തെ ഓർമ്മിപ്പിച്ചതാണെന്നും വേണം നമുക്ക് ഇന്നിപ്പോൾ അനുമാനിക്കാം. അങ്ങനെ വരുമ്പോൾ ഈ പുതിയ തലമുറയ്ക്ക് എന്താണ് റഷ്യ അല്ലെങ്കിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഇത്ര വലിയ സൗഹൃദത്തിന്റെ കാരണമെന്ന് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ഇന്ത്യയെ റഷ്യ ഏറ്റവും അധികം സഹായിച്ചത് 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാർ സമയത്താണ്. അത് ഈ സൈന്യപരമായിട്ടും ഡിപ്ലോമാറ്റിക് ആയിട്ടും ആ സപ്പോർട്ട് നമുക്ക് തന്നു. എന്താണ് അന്ന് സംഭവിച്ചത്? അന്ന് പാകിസ്ഥാനും ആയിട്ടാണല്ലോ നമ്മൾ യുദ്ധം നടന്നത്. അന്ന് പാകിസ്ഥാനിലായിരുന്നു. അപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക പാകിസ്ഥാന്റെ പക്ഷത്തായിരുന്നു, ചൈനയും പാകിസ്ഥാന്റെ പക്ഷത്തായിരുന്നു. ഈ ബലത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയോട് പാകിസ്ഥാൻ ആക്രമണം ചെറുതായിട്ട് തുടങ്ങുന്നത്. അപ്പോഴാണ് ആ യുദ്ധം വരുന്നത്. അപ്പോ കിഴക്കൻ പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി അമേരിക്കയുടെ 7-ാം കപ്പൽപ്പട എന്ന് പറയുന്ന വലിയ സൈന്യവും ചൈനയുടെ സപ്പോർട്ടും ഉണ്ടായി. പക്ഷേ അവര് ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം, ഈ യുദ്ധത്തിന് തൊട്ട് മുൻപ് ഇൻഡോ സോവിയറ്റ് ട്രീറ്റി ഓഫ് പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ധാരണയിൽ, ഉടമ്പടിയിൽ ഇന്ത്യയും റഷ്യയും ഈ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഒപ്പുവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ 7-ാം കപ്പൽപ്പട വന്നപ്പോൾ റഷ്യ അതിൻ്റെ സർവ്വവിധ സന്നാഹങ്ങളും കൂടി യുദ്ധക്കപ്പലുകളും മുങ്ങിക്കപ്പലുകളുമായിട്ട് ഇന്ത്യൻ സമുദ്രത്തിൽ വരികയും ഈ 7-ാം കപ്പൽപ്പടയെ തടുക്കുകയും ചെയ്തു. അതോടെ അവർ തിരിച്ചുപോയി. അതോടെയാണ് ഈ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതും ഇന്ത്യ ജയിക്കുന്നതും. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അമേരിക്കയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരു പുതിയ രാജ്യവും ഈ 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായതായിട്ട് വലുതായിട്ട് അറിവില്ല. സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടുണ്ടാവും, പക്ഷെ ഒരു പുതിയ രാഷ്ട്രം ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത്, അതും ഇന്ത്യ അതിന് കാരണമായി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതാണ് അമേരിക്കയെ ചൊടിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി കാശ്മീർ പ്രശ്നത്തിൽ ഈ 50-കൾ മുതൽ 70-കൾ വരെ ഇന്ത്യക്കെതിരെ ധാരാളം പ്രമേയങ്ങൾ UN-ൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിനെയൊക്കെ വീറ്റോ ചെയ്തത് റഷ്യയാണ്, പഴയ റഷ്യ, അതായത് USSR ആണ്. അപ്പൊ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നമ്മുടെ പേരിൽ ഒരുപാട് പ്രഷർ, അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാകുകയും
ഒരുപക്ഷെ ഇന്ത്യക്കെതിരെ വലിയ ഉപരോധങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ UN രക്ഷാസമിതിയിൽ ഒരിക്കലും ഈ പ്രമേയം, ഇന്ത്യക്കെതിരെയുള്ള ഒരു പ്രമേയവും പാസ്സാകാതെ നോക്കിയത് റഷ്യയാണ്. മാത്രമല്ല, നമ്മുടെ സൈനിക ശക്തി എന്ന് പറയുന്നത് 70% റഷ്യയുടെ ആയുധങ്ങളാണ്. നമ്മുടെ ഏറ്റവും വലിയ ഡിഫൻസ് സപ്ലയറും റഷ്യയാണ്. നമുക്കറിയാം MiG-21 എല്ലാവരും വളരെ നമ്മുടെ പഴയ ഏറ്റവും വലിയ നമ്മുടെ യുദ്ധ മുനയായിരുന്നത് MiG-21 ആണ്. പിന്നെ MiG-29 വന്നു, സുഖോയ് 30 വന്നു. ഇതെല്ലാം റഷ്യൻ വിമാനങ്ങളാണ്. T-72 ടാങ്ക്, വളരെ പ്രശസ്തമായ T-72 ടാങ്ക് ആദ്യം വന്നു, പിന്നെ T-90 ടാങ്ക് വന്നു. INS വിക്രമാദിത്യ എന്ന് പറയുന്ന നമ്മുടെ വിമാനവാഹിനി കപ്പൽ റഷ്യ തന്നതാണ്. ന്യൂക്ലിയർ സബ്മറൈൻ ആയിട്ടുള്ള INS ചക്ര റഷ്യയുടെ സംഭാവനയാണ്. മാത്രമല്ല, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ജോയിന്റ് സഹകരണമാണ് ബ്രഹ്മോസ് മിസൈൽ. ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ മിസൈൽ, അമേരിക്കയ്ക്ക് പോലും ഭയമുള്ള ഒരു മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ. നമ്മുടെ നാട്ടിലാണ് അത് ഉണ്ടാക്കുന്നത്, തിരുവനന്തപുരത്താണ് ബ്രഹ്മോസിന്റെ അതുപോലെ തന്നെ ഈ S-400 എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നതും റഷ്യ നമുക്ക് തന്നിട്ടുള്ളതാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ പുറകോട്ട് നോക്കുകയാണെങ്കിൽ 1984 രാകേഷ് ശർമ്മ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യക്കാരനെ ആദ്യമായി അവര് പുറത്ത് കൊണ്ടുപോയി, അതായത് ബഹിരാകാശത്ത് കൊണ്ടുപോയി. അവരുടെ സോയൂസ് T-11 എന്ന് പറയുന്ന റോക്കറ്റിൽ കയറ്റി അയച്ചു. ഇത് ISRO, അവിടെ ഇന്ന് ISROയ്ക്ക് ലോക പ്രശസ്തമായ ഒരു റെപ്യൂട്ടേഷൻ ഉള്ളതിന്റെ കാരണം, അന്ന് ഏറ്റവും പ്രധാന കാരണം, അന്ന് ഈ രാകേഷ് ശർമ്മയെ വിടാൻ സാധിച്ചു എന്നുള്ളതാണ്. പണ്ട് നമ്മൾ പറയും ഇതൊക്കെ വേസ്റ്റ് ആയിരുന്നു. ഇന്ന് ഇന്ത്യ ധാരാളം ധനം, വിദേശ നാണ്യം, റോക്കറ്റുകൾ വിക്ഷേപിച്ച് ആളുകളുടെ, മറ്റ് രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ നാട്ടിലെത്തിച്ച് അല്ലെങ്കിൽ പിന്നെ സ്പേസിലെത്തിച്ച് നേടുന്നുണ്ട്. അതുപോലെ തന്നെ കൂടംകുളം അണുശക്തി നിലയം, അവിടെ നിന്ന് ഇന്ത്യയുടെ വൈദ്യുതിയുടെ ഒരു മേജർ പാർട്ട് ഉണ്ടാക്കുന്നത് കൂടംകുളത്ത് നിന്നാണ്. അതും റഷ്യയുടെ സഹായത്തോടു കൂടിയാണ്. മാത്രമല്ല, 2022 യുക്രൈൻ വാറിന്റെ സമയത്ത് ലോകരാജ്യങ്ങൾ റഷ്യയോട് ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് വളരെ ബോൾഡായിട്ട് ഓയിൽ വാങ്ങാൻ തീരുമാനിച്ചു. അത് ഇന്ത്യയുടെ വിലക്കെങ്കിലും ഇന്ത്യ സമ്മതിച്ചില്ല. മാത്രമല്ല, റുപ്പി റൂബിളില് ഡോളറിനെ ഒഴിവാക്കി വലിയ ലാഭത്തിന് നമ്മൾ ധാരാളം എണ്ണ കൈക്കലാക്കി. ഇന്ന് ഇന്ത്യക്ക് ഏറ്റവും അധികം ഓയിൽ സപ്ലൈ ചെയ്യുന്നത് റഷ്യയാണ്, വളരെ കുറഞ്ഞ ചെലവിൽ. അത് നമ്മളെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേണം, ഇപ്പോഴത്തെ ലോകക്രമത്തിൽ കൊണ്ടുവരുന്ന സംഭവങ്ങളിൽ നിന്ന് വേണം നമ്മൾ റഷ്യയുമായിട്ടുള്ള ഈ പുട്ടിന്റെ പ്രസ്താവനയെ കാണാൻ. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത് ഒരു പ്രിവിലേജ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്നാണ്. തന്ത്രപരമായ ഒരു അൺയൂഷ്വൽ പ്രിവിലേജ്ഡ് പാർട്ട്ണർഷിപ്പ് എന്നാണ്. എന്താണ് അതിന്റെ കാര്യം? ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണോമി എന്ന് പറയും. അതായത് സ്വതന്ത്രമായ നിലപാട് ഇന്ന് ഇന്ത്യക്ക് ഉണ്ടാകേണ്ടത് റഷ്യക്ക് വളരെ പ്രസക്തമാണ്. പണ്ട് നമ്മൾ 2 ലോക ഗ്രൂപ്പുകളായിരുന്നു, റഷ്യയുടെ സൈഡ്, അമേരിക്കയുടെ സൈഡ്. ഇങ്ങനെയായിരുന്നു വാഴ്സാ പാക്ട്, നാറ്റോ പാക്ട് എന്നൊക്കെ പറഞ്ഞു. സോവിയറ്റ് യൂണിയൻ ശിഥിലമായതോടുകൂടി, കോൾഡ് വാർ അവസാനിച്ചതോടുകൂടി ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു പോളേ ഉള്ളൂ. അമേരിക്കയ്ക്ക് ബദലില്ല വലുതായിട്ട്. റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ അമേരിക്കയുടെ ബദൽ എന്ന് പറയുന്ന ഒരു സംഭവം ചൈനയാണ്. റഷ്യക്ക് താല്പര്യം ഇന്ത്യയുടെ നയമാണ്. അതായത് ഇന്നൊരു ഒരു പോൾ, അതായത് യൂണിപോളാറായിട്ട് ഒരു ഫോഴ്സ് ഉണ്ടാകുന്നതോ ബൈപോളാറായിട്ട് ഒരു ഫോഴ്സ് ഉണ്ടാകുന്നതോ റഷ്യ ആഗ്രഹിക്കുന്നില്ല. ഒരു മൾട്ടി പോളാർ സിസ്റ്റം, മൾട്ടി നോഡുലാർ സിസ്റ്റം ആയിട്ടായിരിക്കും നല്ലത്. അതിനകത്ത് ഒരു ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കും എന്ന് റഷ്യക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് റഷ്യയുടെ സൈഡും വേണ്ട, അമേരിക്കയുടെ സൈഡും വേണ്ട, സ്വതന്ത്രമായി നിൽക്കട്ടെ, അങ്ങനെ നിൽക്കുന്നതാണ്. ഈ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പാലമായിട്ട്, എന്നും ട്രംപ് ഉണ്ടാവണമെന്നില്ലല്ലോ, ഒരു പാലമായിട്ട് റഷ്യയും അമേരിക്കയും ഇന്ത്യയെ കാണുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ബ്രിക്സിന്റെ കാര്യത്തിലായാലും ശരി, SCO എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ അധികം പേര് കേട്ടിട്ടില്ലാത്ത 10 പേരടങ്ങുന്ന, അത് ഷങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയും. ഇന്ത്യ അതിനകത്ത് അംഗമാണ്, ചൈന അതിനകത്ത് അംഗമാണ്, റഷ്യ അതിനകത്ത് അംഗമാണ്. അപ്പൊ ഇങ്ങനത്തെ പല തരത്തില് ബാലൻസുകൾ, പവർ ബാലൻസ് ചെയ്യാൻ ഇന്ത്യയുടെ സഹായം റഷ്യക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പൊ ഗ്ലോബൽ സെക്യൂരിറ്റി, ലോക സുരക്ഷ, കൗണ്ടർ ടെററിസം, എനർജി ഡൈവേഴ്സിഫിക്കേഷൻ, ഇതൊക്കെ വരുമ്പം
അമേരിക്കയുടെ ഒറ്റയാൻ ശബ്ദത്തിന് ബദലായിട്ട് ഇന്ത്യയെ കൂടെ പൊക്കിക്കൊണ്ടുവരും. അതിന് പൂർണ്ണമായ സഹകരണം വേണമെന്നാണ്. നമ്മുടെ പഴയ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, പാമ്പായാലും പഴകിയതാണ് നല്ലതെന്ന്. അതാണ് റഷ്യ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ നമ്മുടെ സുഹൃത്ത് ബന്ധം തന്നെ നോക്കിയാൽ, വ്യക്തികൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം, നമ്മുടെ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കോളേജിന്റെ തുടക്കത്തിലൊക്കെ പഠിച്ചിരുന്നപ്പോൾ ഉള്ള സൗഹൃദം, ചെറുപ്പത്തിലുള്ള സൗഹൃദവും ഒരിക്കലും മുറിയില്ല. നേരെ മറിച്ച് ഇപ്പൊ പുതുതായിട്ട് നമ്മുടെ ഒരു പ്രായം കൂടിയ ഓരോ പൊസിഷനിലൊക്കെ എത്തുമ്പോൾ വരുന്ന സൗഹൃദങ്ങൾ പലതും കണ്ടുകൊണ്ടായിരിക്കും ഉണ്ടാക്കുക. ഇതുപോലെയാണ് റഷ്യയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിനെ പുടിൻ ഓർമ്മിപ്പിക്കുന്നതും അമേരിക്കയുമായിട്ടുള്ള പുതിയ ബന്ധങ്ങളെ പുടിൻ വ്യംഗ്യന്തരേണ പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയൊക്കെ അമേരിക്ക സൗഹൃദത്തിന് ശ്രമിച്ചാലും പൂർണ്ണമായും പിടി കൊടുക്കാതെയാണ് നമ്മൾ അതിനകത്ത് മുന്നിലേക്ക് വരുന്നതെന്നുള്ളത് വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് പുടിൻ പണ്ട് പറഞ്ഞതാണെങ്കിലും ഇപ്പം അതിനകത്ത് ഒന്നും കൂടെ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ അത് ചർച്ച ചെയ്തതാണ്. തീർച്ചയായിട്ടും എങ്ങും തൊടാത്ത ഒരു തന്ത്രപരമായ നിലപാടായിരിക്കും ഇന്ത്യക്ക് സാമ്പത്തിക കാര്യത്തിലായാലും ശരി, നമ്മുടെ ആയുധങ്ങളുടെ കാര്യത്തിലായാലും ശരി, ശക്തിയുടെ കാര്യത്തിലായാലും ഏറ്റവും നല്ലത്. അതാണ് ഇതിനെക്കുറിച്ച് പറയാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.